ഹലോ നമസ്കാരം, ജിജ സുരേന്ദ്രൻ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അശ്വിൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞാണ്, മുതലമടയാണ് വീട്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത് ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിൻ്റെ സന്തോഷം കണ്ടു മരിക്കുക എന്നുള്ളതാണ്. കാരണം ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ പാരൻസിനുണ്ടാകുന്ന വേദന നേരിട്ട് അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അങ്ങനെയാണ് അങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങണം എന്നൊരു വീഡിയോ ഞാൻ ഇട്ടത്. അത് തുടങ്ങാനൊന്നും പറ്റിയില്ല, പക്ഷെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ട് മുതലമട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അശ്വിൻ എന്ന് പറയുന്ന ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. ആ കുട്ടിയും ഇതുപോലെ ഡിസേബിളാണ്. പക്ഷേ ആ കുട്ടി സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വല്ലാത്തൊരു മെച്യൂരിറ്റിയാണ് ആ കുട്ടിയുടെ ശബ്ദത്തിൽ. നമ്മളറിയാതെ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ നമ്മളറിയാതെ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചു പോകും, എന്ത് തിരക്കായാലും. അങ്ങനെയാണ് ഞാൻ ആ കുട്ടിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചത്. അത് ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഡിസേബിളായിട്ട് പോലും ഡിസേബിളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന പേനകൾ പബ്ലിക്കിന് വിൽപ്പനയായി നൽകിക്കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന സഹായം കുടുംബത്തിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കണ്ടേ? അപ്പം ഞാൻ തീർച്ചയായിട്ടും ആ മോനോട് ഞാൻ പറഞ്ഞു, മോൻ്റെ പേന എന്താണ് റേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു പാക്കറ്റ് 25 കാണും, 300 രൂപയാണ് ആൻറ്റി എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ആ നിമിഷം തന്നെ 1000 രൂപ അയച്ചു കൊടുത്തു. 3 പാക്കറ്റ് എനിക്ക് ആ കുട്ടി അയച്ചു തന്നു. ഇതാണ് സാധനം. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും എഴുത്തുകാർക്ക് വേണ്ടേ? അപ്പം എല്ലാവരും, പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ പേനകൾ വേണ്ടേ? അപ്പം നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിൻ്റെ ഗൂഗിൾ പേ നമ്പർ, അഡ്രസ്സ്, ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇട്ട് തരാം. ആ മക്കളെ സഹായിക്കണം. കാരണം അവരുടെ പാരൻസിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഡിസേബിലിറ്റി ഉണ്ടായിട്ട് പോലും അവരുടെ കഴിവുകൾ കൊണ്ട് അവർ ഈ പേന ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നത്. അപ്പോൾ സഹായിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മളെല്ലാവരും ഈ പേന വാങ്ങുന്നത് കൂടാതെ നിങ്ങളെ സുഹൃത്തുക്കളെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ഗൂഗിൾ പേ നമ്പർ, ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇതിനകത്ത് വെക്കും. നിങ്ങളെല്ലാവരും ആ പേന വാങ്ങി സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ പേന എന്തായാലും കടയിൽ പോയി നിങ്ങൾ വാങ്ങും. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അശ്വിൻ്റെ പേന വാങ്ങുക. അശ്വിൻ നിങ്ങൾക്ക് അയച്ചു തരും. പൈസ ഗൂഗിൾ പേ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെല്ലാവരും മാക്സിമം വാങ്ങി ആ മക്കളെ സഹായിക്കണം എന്ന ഒരു വിനീതമായ അപേക്ഷ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരുടെയും കാല് തൊട്ട് നമസ്കരിച്ച് ഞാൻ പറയുകയാണ്, ഈ മക്കളെ നിങ്ങൾ സഹായിക്കണം. നമുക്കിതല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ആ മുതലമട ഇരിക്കുന്ന ആ കുഞ്ഞിനെ എന്നും പോയി കാണാൻ പറ്റില്ല. പക്ഷേ അശ്വിനെ, മോനെ ആ ഭാഗത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിക്കും, ഈ ആൻറ്റി വന്ന് കണ്ടിരിക്കും കേട്ടോ. എനിക്ക് മോനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി എന്തായാലും മോനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മോൻ വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ. കാരണം മോൻ എനിക്കൊരു വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിനൊക്കെ തരാണ്, നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ആരാണ് അശ്വിൻ എന്ന് നിങ്ങൾ കാണണ്ടേ? എനിക്കും ആ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞാനാണ് അവനോട് പറഞ്ഞത് ഒരു വീഡിയോ ചെയ്ത് മോൻ തരണമെന്ന്. അത് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യാണ്. ഇത് കണ്ടതിന് ശേഷം, ഈ നമ്പർ കിട്ടിയതിന് ശേഷം നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്തതിന് ശേഷം ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും പേന വാങ്ങി സഹായിക്കണം. ആ മക്കളെ നിങ്ങളെല്ലാവരും രക്ഷപ്പെടുത്തണം. ഇതാണ് എൻ്റെ അഭ്യർത്ഥന. എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്, ഇത് പേപ്പർ കൊണ്ടുള്ള പേനയാണ്. ജിജ ആൻറ്റി ഓർഡർ ചെയ്തതാണ്. 25 പേന അടങ്ങുന്ന പാക്കിന് 300 രൂപ എന്ന നിരക്കിൽ 3 പാക്ക് 75 പേന ആൻറ്റിക്ക് ഞാനിത് അയക്കുവാണ്. താങ്ക് യു ജിജ ആൻറ്റി, എന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.